അല്ലേട്ടാ പമ്പറിന്റെ സൈഡിൽ ഇത്രയുള്ള സ്ക്രൂ ഇല്ലേട്ടാ? 5 ഇത്രയുള്ള സ്ക്രൂ അല്ലേട്ടാ, ഇത്രയുള്ള സ്ക്രൂ അല്ലേട്ടാ പമ്പറിന്റെ സൈഡിലുള്ളത്? നാളെ കൊടുത്തേട്ടാ. ചെറിയ സ്ക്രൂവിന്റെ കേസുകൾ എനിക്ക് മനസ്സിലാവണമെന്ന് പൊട്ടനാണോ? നേരത്തെ തുടങ്ങിയ ഈ കാശേ രാവിലെ രമണിയുടെ കടയിൽ കൊണ്ട് കൊടുത്തേക്കും. പലിശ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിയൊക്കെ ക്ലീറ്റസേ. എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. ആര്? എൻ്റെ ഒരു അമ്പൂരുണ്ടായില്ല. പറയടാ. രാജുവാ, എടാ ക്ലീറ്റസേടാ, ഞാൻ കുറച്ച് തിരക്കിലാണ്. കുറച്ച് കഴിഞ്ഞ് തന്നെ വിളിക്കാം. കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ, ശരി. ശരിടാ. എന്തായി വിസ? ശരിയാവും, അവൻ തിരക്കില്ല. ദുബായ് എങ്ങനെയും ശരിയായാൽ മതിയായിരുന്നു. ഒന്നും ചെയ്യുക. കടത്തിന് എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് രക്ഷപ്പെട്ടാൽ മതി. നീ ഒരു നല്ല നഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ, അതാ നല്ലത്. സൂപ്പർ ഒരു പെണ്ണുണ്ടോ, സെല്ലാമ, നേഴ്സാ. എവിടെ? മഞ്ഞപ്പുറ. മഞ്ഞപ്പുറയിൽ ആരടാ? മഞ്ഞപ്പുറയിലെ എല്ലാ പെണ്ണുങ്ങളും തമ്മിണ്ണ അറിയാം. ഈ കോപ്പ് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണ, അടിപൊളി പെണ്ണ. ക്ലീറ്റീസ് അപ്പായിരിക്കുള്ളൂ, സൂപ്പർ ചേർച്ചരിക്കുള്ളൂ, നല്ല സ്വഭാവ. നീ തന്നെ കെട്ടിക്കോ. എൻ്റെ അപ്പോ അമ്മായിയുടെ മോളാ. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുക്കട്ടെ. ഇതെങ്ങനെയുണ്ട് ചേച്ചി? ഇത് വേണ്ട, വേറെ നോക്കട്ടെ മോളെ. ഇത്തിരി കൂടി കോസ്റ്റ്ലി ആയതൊന്നുമില്ലേ മോളെ? ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ളതാ. ഇത് ലൈറ്റ് കളറാ, വേറെ ഉണ്ടോ? ഇതോ? ഇത് കുറച്ച് കാഷ്വൽ ആയിപ്പോയി ചേച്ചി. ഇത് വേണ്ട, ഇതൊന്ന് നോക്കിയേ ചേച്ചി. ഇപ്പൊ സെലക്ഷനൊക്കെ കുറവാണല്ലോ മോനെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ കയറേണ്ട, ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ടാവില്ല. സെലക്ഷൻ ഇല്ലാത്ത കാരണം ആൾക്കാരൊക്കെ പോവാണ്. ഞാൻ എന്ത് ചെയ്യാനും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ഗിരി? മൊത്തത്തിൽ കുഴപ്പമാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഒരു 3-4 പേര് ഇറങ്ങിപ്പോയി ഒന്നും വാങ്ങാതെ. കണ്ടില്ലേ വാട്സപ്പ് നോക്കിയിരിക്കുന്നത്? അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഐറ്റം കുറവാണല്ലോ. അതാ പ്രശ്നം. ഞാൻ പോലത്തൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. ആൾക്കാർ പറയണമെങ്കിലേ ഐറ്റം ഇട്ട് നിറയ്ക്കണം. എടോ, നല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. നന്ദേട്ടന് ഇറാനുള്ള പൈസ കൂടി പെട്ടി വീണിട്ടില്ല. അല്ല, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഗിരി? ഞാനിതൊക്കെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. ഇപ്പോഴാകുമ്പോൾ നമുക്കിത് ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ വല്ല തമിഴന്മാർ വന്ന് ലോട്ടിന് വഹിക്കാം. നീ മുടിയൊക്കെ വെട്ടി വേറെ വല്ല പണിക്കും വെക്കോ, സാറ് കട പൂട്ടാൻ പോവാ. മുടി ഞാൻ വിട്ടൂല. ഈ നാട്ടിൽ വേറെയും കടയുണ്ടല്ലോ. രാജുവാ, പറടാ, കേക്കാം. നീ വിളിച്ചപ്പോ ഞാൻ കുറച്ച് തിരക്കിലായി പോയി. ഓ, അതൊന്നും കുഴപ്പമില്ലടാ. നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എവിടെന്ന്? അതാ നിന്നെ ഞാൻ വിളിച്ചേ. എന്റെ വിസയുടെ കാര്യം എന്തായി? ആടാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഏടാ, നീ നിന്റെ പരമാവധി ശ്രമിക്കണോടാ. എനിക്ക് വേറെ വഴിയില്ല ചേട്ടാ. ചേട്ടാ ഓയ്, ചേട്ടാ ഓയ്. നീ കുറച്ചൊരു ഒഴി, വെള്ളം ഒഴിക്കാൻ. രമണ, ഒരാൾ ഫോൺ കട്ട് ചെയ്ത കാര്യം നിനക്ക് മനസ്സിലാവൂലേ? ചെക്കൻ വന്ന് കുറച്ച് കാശ് തന്നിട്ട് പോയി. അത് പോരല്ലോടാ. നിനക്ക് സമയം എന്താണെന്നറിയോ? 12:30 AM. കാശ് ഇടേണ്ട കാര്യത്തില് രമണിന് രാത്രിയും പകലൊന്നുമില്ല. എനിക്ക് രാത്രിയുണ്ട് പകലുണ്ട്. നീ എന്നെ കാശ് വെച്ചിട്ട് സംസാരിടാ. നിന്റെ കാശ് ഞാൻ തരും. നീ കുള്ളം കുടിച്ചോണ്ട് രാത്രിക്ക് എന്നെ വിളിക്കാൻ നിൽക്കരുത്. വിളിച്ചാ നീ എന്ത് ചെയ്യും? വെച്ചിട്ട് പോടാ. എന്താ പ്രശ്നം? അയ്യോ, എന്തു പറ്റി? ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. സാറിന് എങ്ങനെയുണ്ട്? ഓക്കെ. എന്തു ചെയ്യുന്നു? എനിക്കൊരു വർക്ക്ഷോപ്പാ, സ്വന്തമായിട്ടൊന്നുമല്ല. നിങ്ങളുടെ പേര്? ക്ലീറ്റസ്. എൻ്റെ
വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്, അത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കാം. എന്നാ പിന്നെ ക്ലീറ്റസ് പോയിക്കോളൂ. ഞാൻ പോയാൽ സാർ ഒറ്റയ്ക്കാവില്ലേ? സാറിൻ്റെ ആരെങ്കിലും വിളിച്ച് പറയണോ? സാർ എന്താ ചെയ്യണേ? ഞാൻ ശ്രീകുമാർ. ദുബായിലായിരുന്നു ഒരു 10-20 വർഷം. ഇപ്പം നാട്ടിലാണ്. നിന്റെ കാശ് തരാൻ എനിക്ക് സൗകര്യമില്ല. നീ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ. മനസ്സിലായോ? പ്രശ്നങ്ങളാണല്ലേ? ഓ പ്രശ്നങ്ങൾ അങ്ങനെ. Yes. No. Yes. No. Yes. No. Now take a deep breath. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ പറയുന്ന 2 വാക്കുകളാണ് യെസ് ആൻഡ് നോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിന് യെസ് പറയുന്നു, ആരോട് യെസ് പറയുന്നു, എന്തിനു വേണ്ടി യെസ് പറയുന്നു, വെൻ എപ്പോൾ പറയുന്നു, വൈ, വേർ, ടു ഹൂം. Take a deep breath. You may please note, സിൻസിയറായി യെസ് പറയാനും ഡിപ്ലോമാറ്റിക്കായി നോ എന്ന് പറയാനും നിങ്ങൾക്ക് കഴിയണം. അതായിരിക്കണം നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നൗ ടെൽ മീ. ഇനി ഈ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിറഞ്ഞു തുളുമ്പണം. ചേട്ടൻ ബാഹുബലി സിനിമ എന്റെ പൊന്നെ ആരോ വിളിക്കുന്നു. ഒരു മിനിറ്റ്, എന്റെ ദേവസ്ഥാനം വിളിക്കണ്ടേ. ഒന്ന് അപ്പുറത്തേക്ക് ഇരിക്കാം. യെസ്, വലിയ ഉപകാരം. ആ ഷാജിയുടെ അവിടെ നിന്ന് പെയിന്റ് വാങ്ങിച്ചാൽ മതി. ഇവിടെ ഇരുന്നോട്ടെ. എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി. യെസ് സ്വർണ്ണം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ കാര്യം ഉണ്ടാവും. കാശ് കൊടുക്കാനുള്ള രൂപ പറയാൻ പറ്റുമോ? എനിക്ക് കുഴപ്പമില്ലാണ്ട് തോന്നി. അതല്ലേ. എന്ത് ചെയ്യുന്നു? എനിക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. ആ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് വർക്ക്ഷോപ്പാ, പൂട്ടിയിട്ടില്ല. ഗൾഫിൽ പോകാൻ നോക്കുന്നുണ്ട്. എവിടെ താമസിക്കുന്നത്? ഞാൻ മുളകാട് പാലമില്ലേ, അതിനടുത്താ. ഞാനിവിടെ പമ്പ് ജംഗ്ഷനിൽ തന്നെയാ. ആ പെട്രോൾ പമ്പില്ലേ, അതിന്റെ അടുത്ത്. പേര് ഗിരി പോയി. നിങ്ങളോ? ഞാൻ ക്ലീറ്റസ്. ക്ലീറ്റസ്. വേറെന്തെങ്കിലും വേണം സാർ? വേറെ ഒന്നും വേണ്ട. ഇതാ നമ്മുടെ കൊട്ടാരം. കേറിട്ട് പോവാം. ഇല്ല, ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. രാത്രിയായില്ലേ? യെസ്. ശരി.